ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി മോഷ്ടിക്കാൻ തീരുമാനിച്ചു. കാരണം 2 വർഷം മുൻപ് ഒരു വലിയ ഡയമണ്ട് മോഷ്ടിച്ച ഉടൻ പോലീസ് അവൻ നിൽക്കുന്ന ഇടം വളഞ്ഞു. ആ പരിഭ്രാന്തിയിൽ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറി അവൻ 3-ാം നിലയിലെ വെന്റിലേഷൻ ഡക്റ്റിനുള്ളിൽ ടേപ്പ് ഒട്ടിച്ച് അത് ഒളിപ്പിച്ച ശേഷം അറസ്റ്റിലായി. ജയിൽ മോചിതനായി സമ്പന്നനാകാമെന്ന പ്രതീക്ഷയോടെ മടങ്ങിയെത്തിയ അവൻ ആ കെട്ടിടം പൂർത്തിയായി ഒരു പോലീസ് സ്റ്റേഷനായി മാറിയത് കണ്ട് തകർന്നുപോയി. 3-ാം നിലയിലേക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ കണ്ട ഒരു ഡെലിവറി ബോയിയുടെ വേഷം കെട്ടി അവൻ ഉള്ളിൽ കയറിയെങ്കിലും അവിടെ ഓഫീസർമാർക്കും പ്രതികൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പോലീസ് തടഞ്ഞു. തുടർന്ന് അവിടെ വന്ന ഒരു ഓഫീസറോട് ഫുഡ് കൊടുക്കാൻ ഏൽപ്പിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ആ ഓഫീസറുടെ ID മോഷ്ടിക്കുകയും ഒരാളെ കൊണ്ട് വ്യാജ പോലീസ് ബാഡ്ജ് ഉണ്ടാക്കുകയും ചെയ്തു. അടുത്ത ദിവസം പോലീസായി ഉള്ളിൽ കയറി 3-ാം നിലയിലെ വെന്റിലേഷൻ ഡക്റ്റിന് അടുത്തെത്തിയപ്പോൾ ഒരു കൊടുങ്കുറ്റവാളി അങ്ങോട്ട് ഓടിക്കയറി വന്നു. തന്റെ കള്ളത്തരം വെളിച്ചത്തായെന്ന് കരുതി മാർട്ടിൻ അവനെ അടിച്ചു വീഴ്ത്തി അപ്രതീക്ഷിതമായി പിടികൂടി. ഇത് കണ്ട പോലീസ് ചീഫ് ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ പുതിയതായി ട്രാൻസ്ഫറായി വന്നതാണെന്ന് അവൻ കള്ളം പറഞ്ഞു. അവന്റെ മികവ് കണ്ട് ചീഫ് അവനെ ബർഗ്ലറി യൂണിറ്റിലേക്ക് മാറ്റി ഒരു പാർട്ണറെയും കൊടുത്തു. അങ്ങനെ ഒരു കള്ളൻ പോലീസായി മാറി. ഡയമണ്ട് കിട്ടാൻ അവൻ ആ വേഷം തുടരാൻ നിർബന്ധിതനായി. ഉടൻ തന്നെ ഒരു വലിയ മോഷണം അന്വേഷിക്കാൻ പോയ അവൻ ജനലിലൂടെയാണ് കള്ളൻ രക്ഷപ്പെട്ടതെന്ന സഹപ്രവർത്തകരുടെ നിഗമനം തെറ്റാണെന്നും അത് അവിടെയുള്ള ക്ലർക്ക് തന്നെ ചെയ്തതാണെന്നും തന്റെ ക്രിമിനൽ ബുദ്ധി വെച്ച് കണ്ടെത്തി ആ മോഷണം മുതൽ വീണ്ടെടുത്തു. ഇതോടെ ചീഫ് അവനെ ടീം ലീഡറാക്കി പ്രൊമോട്ട് ചെയ്തു. പിന്നീട് ഒരു വലിയ മയക്കുമരുന്ന് മാഫിയ തലവനെ അറസ്റ്റ് ചെയ്ത് വൻ മയക്കുമരുന്ന് ശേഖരവും അവൻ പിടിച്ചെടുത്തു. സ്റ്റേഷനിൽ വലിയ പേരെടുത്തെങ്കിലും അവന്റെ ലക്ഷ്യം ഡയമണ്ട് മാത്രമായിരുന്നു. ഒടുവിൽ ഡക്റ്റിനുള്ളിൽ കൈയിട്ട് ഡയമണ്ട് എടുത്ത് ആഘോഷിക്കുമ്പോൾ ചീഫ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഭയം കൊണ്ട് മാർട്ടിന്റെ കയ്യിൽ നിന്ന് ഡയമണ്ട് താഴെ വീണ് പിടിച്ചെടുത്ത മയക്കുമരുന്നുകളുടെ കൂമ്പാരത്തിനുള്ളിലായി. ആ മയക്കുമരുന്ന് ടെസ്റ്റിംഗിനായി കൊണ്ടുപോകുകയാണെന്ന് ചീഫ് പറഞ്ഞപ്പോൾ അത് തിരികെ കിട്ടാൻ ഇത് ഇരയാക്കി പ്രധാന പ്രതിയെ പിടിക്കാമെന്നും താൻ അണ്ടർകവറായി പോകാമെന്നും മാർട്ടിൻ സമ്മതിപ്പിച്ചു. ഒടുവിൽ ഡീൽ നടക്കുന്ന സ്ഥലത്തെത്തി അവൻ ധൃതിയിൽ ഡയമണ്ട് എടുത്തതും അപ്രതീക്ഷിതമായി ആയുധധാരിയായ ഒരുത്തൻ ഓടിവന്ന് അവന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്ത് ഓട്ടി